നമസ്കാരം. ലോക്കോസ് ആപ്പിൽ വിഒ കട്ട് ഓഫ് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനായി മെമ്പർ ട്രാൻസാക്ഷനിലെ റിസീവ്ഡ് ഫ്രം മെമ്പേഴ്സ് എന്ന ഹെഡാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. റിസീവ്ഡ് ഫ്രം മെമ്പേഴ്സ് എന്ന ഹെഡ് ചെയ്യുന്നതിനായി പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് വരുന്ന പേജിൽ ഡേറ്റ എൻട്രി ചെയ്യേണ്ടതാണ്. റിസീവ്ഡ് ഫ്രം മെമ്പേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കട്ട് ഓഫ് ഡേറ്റിനുള്ളിൽ വിഒയ്ക്ക് ലഭ്യമായിട്ടുള്ള റെസിപ്റ്റുകളുടെ ഡീറ്റെയിൽസാണ് എൻ്റർ ചെയ്ത് നൽകേണ്ടത്. അതായത് അയൽക്കൂട്ട അംഗങ്ങളിൽ നിന്നും വിഒയ്ക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ റെസിപ്റ്റുകളും ഇവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. അതിനായി റെസിപ്റ്റുകൾ ലഭ്യമായിട്ടുള്ള SHGകളെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഉദാഹരണമായി ഒരു SHG ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫണ്ട് സോഴ്സ് എന്ന ഹെഡാണുള്ളത്. ഏത് സോഴ്സ് പ്രകാരമാണ് ആ വിഒയ്ക്ക് റെസിപ്റ്റ് ലഭ്യമായിട്ടുള്ളത് ആ ഫണ്ട് സോഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ പെനാലിറ്റി എന്ന ഹെഡാണ് സെലക്ട് ചെയ്യുന്നത്. പെനാലിറ്റി ഇനത്തിൽ ആ അയൽക്കൂട്ടത്തിൽ നിന്നും വിഒയ്ക്ക് 150 രൂപ കിട്ടിയതായി ഞാൻ കാണിക്കുന്നുണ്ട്. എമൗണ്ട് എൻ്റർ ചെയ്ത ശേഷം സേവ് ബട്ടൺ നൽകുക. അങ്ങനെ വിഒയ്ക്ക് ഏതൊക്കെ അയൽക്കൂട്ടത്തിൽ നിന്നും റെസിപ്റ്റുകൾ ലഭ്യമായിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് ഫുൾ എൻ്റർ ചെയ്ത ശേഷം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് മെയിൻ മെനുവിലേക്ക് പോകേണ്ടതാണ്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് പെയ്ഡ് ടു മെമ്പേഴ്സ് എന്ന ഹെഡാണ്. പെയ്ഡ് ടു മെമ്പേഴ്സ് എന്ന ഹെഡ് ചെയ്യുന്നതിനായി പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് വരുന്ന പേജിൽ ഡേറ്റ എൻട്രി ചെയ്യണം. അതായത് കട്ട് ഓഫ് ഡേറ്റിനുള്ളിൽ വിഒ അയൽക്കൂട്ട അംഗങ്ങൾക്ക് നൽകിയ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടത്. അതിനായി വിഒ നൽകിയിട്ടുള്ള പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കേണ്ടതാണ്. ഏതൊക്കെ അയൽക്കൂട്ടങ്ങൾക്കാണ് വിഒ പേയ്മെൻറ്റ് നൽകിയിട്ടുള്ളത് ആ അയൽക്കൂട്ടങ്ങളെല്ലാം സെലക്ട് ചെയ്ത് ഏത് ഫണ്ട് സോഴ്സ് വഴിയാണ് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് അത് സെലക്ട് ചെയ്ത് നൽകിയ എമൗണ്ടും സെലക്ട് ചെയ്ത് സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു അയൽക്കൂട്ടം ഉദാഹരണത്തിന് സെലക്ട് ചെയ്യണു. ഫണ്ട് സോഴ്സായി ഡിവിഡൻഡ് പേയ്മെൻ്റ് ആണ് ഞാൻ എടുക്കുന്നത്. അതിനുശേഷം നൽകിയ ഡിവിഡൻഡ് എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. അങ്ങനെ ഏതൊക്കെ അയൽക്കൂട്ടങ്ങൾക്ക് പേയ്മെൻറ്റ് നൽകിയിട്ടുണ്ട് എല്ലാ അയൽക്കൂട്ടങ്ങളും ഇതേപോലെ സേവ് ചെയ്ത ശേഷം വീണ്ടും ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് മെയിൻ മെനുവിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് വിഒ ട്രാൻസാക്ഷൻ എന്ന ഹെഡാണ്. നമ്മൾ മെമ്പർ ട്രാൻസാക്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും ചെയ്തു കഴിഞ്ഞു. ഇനി വിഒ ട്രാൻസാക്ഷനാണ് നമുക്ക് ചെയ്യുവാനുള്ളത്. വിഒ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വിഒ ട്രാൻസാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഒയിൽ നടന്നിട്ടുള്ള ട്രാൻസാക്ഷനുകളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നൽകുക എന്നതാണ്. അതായത് കട്ട് ഓഫ് ഡേറ്റിനുള്ളിൽ നടന്ന ട്രാൻസാക്ഷനുകൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നൽകണം. അതേപോലെ ആക്റ്റീവായി നിൽക്കുന്ന ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതും എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. വിഒ ട്രാൻസാക്ഷനിൽ ആദ്യമായി വിഒ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ഹെഡാണുള്ളത്. വിഒ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ഹെഡ് നമുക്ക് ബാധകമാണെങ്കിൽ മാത്രം ഡേറ്റ എൻട്രി ചെയ്താൽ മതി. അതായത് വിഒയിൽ കമ്പൽസറി സേവിങ്സോ വോളണ്ടറി സേവിങ്സോ ഒന്നും ചെയ്യാത്തതിനാൽ വിഒ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ഫീൽഡ് നമുക്ക് ആവശ്യമായി വരികയില്ല. ആവശ്യമുള്ളവർ മാത്രം ആ ഫീൽഡ് ചെയ്താൽ മതി. വിഒ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനായി പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് വരുന്ന പേജിൽ ഡേറ്റ എൻട്രി ചെയ്യേണ്ടതാണ്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് എന്ന ഫീൽഡ് ചോദിക്കുന്നുണ്ട്. ഇവിടെ 2 ഫീൽഡാണുള്ളത്. CLF ബാങ്ക്. നമ്മൾ CLFിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളതെങ്കിൽ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിക്കുന്നുണ്ട്. കമ്പൽസറി സേവിങ്സ് ഇൻ CLF, അതായത് വിഒ CLFിലേക്ക് നൽകുന്ന കമ്പൽസറി സേവിങ്സ്, ഡിപ്പോസിറ്റ്, അതർ സേവിങ്സ്, ഷെയർ ക്യാപിറ്റൽ, വോളണ്ടറി സേവിങ്സ്, ഇങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റായി നൽകുന്നുണ്ട്. അതേപോലെ ബാങ്കാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ്, വിഒ ഏതെങ്കിലും തരത്തിലുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കുകളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്. നമുക്ക് ബാധകമാണെങ്കിൽ മാത്രം വിഒ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റർ ചെയ്താൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് അടുത്ത ട്രാൻസാക്ഷൻ ചെയ്യാം. ക്ലോസ്ഡ് ലോൺ CLF ടു വിഒ എന്ന ഹെഡാണ് അടുത്തതായിട്ടുള്ളത്. അതായത് കട്ട് ഓഫ് ഡേറ്റിനുള്ളിൽ CLFിൽ നിന്നും വിഒയ്ക്ക് കിട്ടിയിട്ടുള്ള ലോണുകളുടെ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് നൽകേണ്ടത്. ഈ
ഒരു ഫീൽഡും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാരണം CLFൽ നിന്നും VOയ്ക്ക് ലോണുകൾ സാധാരണഗതിയിൽ ലഭിക്കാറില്ല. നമുക്ക് ബൾക്ക് ലോൺ ആയാൽ പോലും CLFൽ നിന്നും അയൽക്കൂട്ടങ്ങൾക്ക് ഡയറക്റ്റ് ആണ് നൽകാറുള്ളത്. CLFൽ നിന്നും VOയ്ക്ക് ലോണുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ക്ലോസ്ഡ് ലോൺ ഡീറ്റെയിൽസിൽ നൽകിയാൽ മതി. ക്ലോസ്ഡ് ലോൺ ഡീറ്റെയിൽസ് നൽകുന്നതിനായി പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് വരുന്ന പേജിൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നൽകണം. സോഴ്സ് ഓഫ് ലോൺ ചോദിക്കുന്നുണ്ട്. CLFൽ നിന്നാണോ ബാങ്കിൽ നിന്നാണോ ലോൺ കിട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട്. CLF ആണെന്നുണ്ടെങ്കിൽ കുറേ ഫണ്ട് സോഴ്സ് പറയുന്നുണ്ട്. ഇതിൽ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് നൽകാം. ബാങ്ക് ആണെങ്കിൽ എത്ര ലോൺ ക്ലോസ് ആയി, ടോട്ടൽ എമൗണ്ട്, ആ ഡീറ്റെയിൽസ് മാത്രം എൻ്റർ ചെയ്ത് നൽകിയാൽ മതി. ഈ ഒരു ഫീൽഡ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എൻ്റർ ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് അടുത്ത ഫീൽഡ് നമുക്ക് ചെയ്യാം. അടുത്തതായിട്ടുള്ളത് ആക്റ്റീവ് ലോൺ CLF ടു VO ആണ്. അതും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. കാരണം CLFൽ നിന്നും VOയിലേക്ക് യാതൊരുവിധ ലോണും നൽകാറില്ല. CLFൽ നിന്നും ഡയറക്റ്റ് അയൽക്കൂട്ടങ്ങൾക്കാണ് നൽകാറുള്ളത്. അതും ഇതേപോലെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഫീൽഡ് സെലക്ട് ചെയ്യുക. ഇതും ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെയും നമുക്ക് സോഴ്സ് ഓഫ് ലോൺ ചോദിക്കുന്നുണ്ട്. CLF ഫോർ ബാങ്ക്. CLF ആണെങ്കിൽ ഫണ്ട് സോഴ്സ് ഉണ്ട്. ഫണ്ട് സോഴ്സ് കുറേ ഫണ്ട് സോഴ്സുകൾ ഇവിടെ നൽകുന്നുണ്ട്. അതിലേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് നൽകാം. അതേപോലെ ബാങ്കാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നമുക്ക് സേവ് ബട്ടൺ അമർത്താം. ഈ ആക്റ്റീവ് ലോൺ ടു CLF VO അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അടുത്തതായിട്ട് VO ട്രാൻസാക്ഷനിലെ VO ഫണ്ട് റിസീവ്ഡ് എന്ന ഹെഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. VO ഫണ്ട് റിസീവ്ഡ് എന്ന ഹെഡ് ചെയ്യുന്നതിനായി പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് വരുന്ന പേജിൽ ഡേറ്റ എൻട്രി ചെയ്യേണ്ടതാണ്. VO ഫണ്ട് റിസീവ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കട്ട് ഓഫ് ഡേറ്റിനുള്ളിൽ VOയ്ക്ക് ലഭ്യമായിട്ടുള്ള ഫണ്ടുകളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നൽകുക എന്നതാണ്. ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഏതെല്ലാം ഫണ്ട് സോഴ്സ് വഴി എമൗണ്ടുകൾ ലഭ്യമായിട്ടുണ്ടോ ആ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് നൽകണം. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസായി നൽകിയിട്ടുള്ളത് CLF, SRLM, ADES എന്നീ 3 ഹെഡുകളാണ്. CDSൽ നിന്നോ ജില്ലാ മിഷനിൽ നിന്നോ മറ്റേതെങ്കിലും സോഴ്സുകളിൽ നിന്നോ ഫണ്ടുകൾ ലഭ്യമായിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. ഇവിടെ ഞാൻ ഉദാഹരണത്തിന് CLF സെലക്ട് ചെയ്യുന്നുണ്ട്. ഫണ്ട് സോഴ്സായി VRF സെലക്ട് ചെയ്യണു. VRF ഇനത്തിൽ VOയ്ക്ക് CLFൽ നിന്ന് 1 ലക്ഷം രൂപ കിട്ടിയതായി കാണിക്കുന്നുണ്ട്. ഡേറ്റ എൻ്റർ ചെയ്ത ശേഷം സേവ് ബട്ടൺ നൽകുക. VOയ്ക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ ഫണ്ടുകളും പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് ആഡ് ചെയ്ത് നൽകേണ്ടതാണ്. SRLM സെലക്ട് ചെയ്യുമ്പോൾ ഫണ്ട് സോഴ്സായി കുറേ ഫണ്ട് സോഴ്സുകൾ കാണിക്കുന്നുണ്ട്. CIF, എക്യുപ്മെൻറ്റ്, ഗ്രാൻറ്റ്, ഇൻഷുറൻസ് നമുക്ക് ബാധകമായിട്ടുള്ളതുണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്ത് ഡേറ്റ എൻട്രി ചെയ്യാവുന്നതാണ്. ADES എന്ന ഹെഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫണ്ട് സോഴ്സായി എക്യുപ്മെൻറ്റ് കോസ്റ്റ് ഫോർ ബാങ്ക് സഹി, ഗ്രാൻറ്റ്, ഡൊണേഷൻസ്, അതർ അഡ്വാൻസ് എന്നീ ഹെഡുകളുണ്ട്. ബാധകമായിട്ടുള്ളതുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് എൻട്രി ചെയ്യാം. VOയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഫണ്ട് സോഴ്സുകളും സെലക്ട് ചെയ്ത ശേഷം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് വീണ്ടും മെയിൻ മെനുവിലേക്ക് പോകാം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് VO റെസിപ്റ്റ് ആൻഡ് ഇൻകം ആണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്